പരസ്യ പ്രസ്താവനയിൽ SYS നേതാവ് നാസർ ഫൈസി കൂടത്തായിക്ക് സമസ്തയുടെ താക്കീത്. ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനയിൽ ചാനലുകളിലെ പ്രതികരണത്തിലാണ് നടപടി. പ്രസ്താവനകൾ ആവർത്തിച്ചാൽ കർശന നടപടി കൈക്കൊള്ളുമെന്നും മുന്നറിയിപ്പ്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, എന്താണ് നാസർ ഫൈസിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു താക്കീത് നൽകാനുണ്ടായ സാഹചര്യം? പുതിയ പശ്ചാത്തലത്തിൽ എങ്ങനെ കാണണം അതിനെ? സമസ്ത മുഷാവറാംഗം ഉമർ ഫൈസി മുക്കം തെരഞ്ഞെടുപ്പ് മുമ്പ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഒരു ചാനലിൽ നാസർ ഫൈസി കൂടത്തായി പ്രതികരിച്ചിരുന്നു. ഈ പരസ്യമായ പ്രതികരണത്തിലാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തെ SYSന്റെ സംസ്ഥാന സെക്രട്ടറിയായ നാസർ ഫൈസി കൂടത്തായി സമസ്ത താക്കീത് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര മുഷാവറയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് സ്വകാര്യ ചാനലുകൾക്ക് മുമ്പാകെ പരസ്യ പ്രസ്താവന നടത്തിയ നാസർ ഫൈസി കൂടത്തിയെ താക്കീത് ചെയ്തു എന്നാണ് സമസ്തയുടെ റിലീസ് ഉള്ളത്, അല്ലെങ്കിൽ വാർത്താക്കുറിപ്പുള്ളത്. ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചാൽ കർശന നടപടി കൈക്കൊള്ളുന്നതാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, കാലികമായ വിഷയങ്ങളിലെ പ്രതികരണങ്ങൾ സംസ്ഥയുടെ നേതൃത്വമോ അല്ലെങ്കിൽ ചുമതലപ്പെടുന്ന പ്രതിയോ ആണ് പ്രതികരണങ്ങൾ നടത്തേണ്ടത്. പോഷക സംഘടനാ നേതാക്കൾ സംസ്ഥയുടെ പേരിൽ പ്രസ്താവന നടത്തുന്നത് അച്ചടക്കരംഗമായി കണ്ട് കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും ഇതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ഇതിൽ ഒരുപക്ഷെ നമുക്കറിയാം, സംസ്ഥയ്ക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പ് വളരെയധികം വ്യക്തമായതാണ്. ഇതിനിടയ്ക്ക് ഒരുപക്ഷെ മഞ്ഞുരുകുന്ന രീതിയിൽ കഴിഞ്ഞ മുഷാവറയിൽ കാര്യങ്ങൾ കൂടുതൽ തർക്കങ്ങളിലേക്ക് ഇല്ല എന്ന് സൂചനകൾ വന്നിരുന്നതാണ്. അതേസമയം ഇപ്പോൾ നാസർ ഫൈസി കൂടത്തേക്കെതിരെ ഒരു താക്കീത് എന്ന രീതിയിൽ പരസ്യമായി തന്നെ ഒരു നടപടി വരുന്നത് എങ്ങനെയായിരിക്കും, ഇത് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രതിഫലനം ഉണ്ടാകുമെന്ന് പെട്ടെന്ന് പറയാൻ കഴിയും. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉമർ ഫൈസി മുക്കം നടത്തിയ പരസ്യ പ്രസ്താവനയ്ക്കെതിരെയാണ് നാസർ ഫൈസിയുടെ പ്രസ്താവന വന്നത്. ഉമർ ഫൈസിക്ക് ഇതുവരെയും നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ അത്തരം നടപടിയിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, ഡോക്ടർ ബഹാവുദ്ദീൻ നദി മറ്റൊരു മുഷാവറ അംഗം സംസ്ഥയുടെ സുപ്രഭാതത്തിന് നയവ്യത്യാസമുണ്ടായെന്നും ചില നേതാക്കൾ CPUമായി അടുക്കുന്നതും പറഞ്ഞ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്ക് വിശദീകരണം നൽകിയതും അല്ലെങ്കിൽ നോട്ടീസ് നൽകിയതും അദ്ദേഹം നൽകിയ വിശദീകരണമൊക്കെ വേറെ വിവാദമായിരുന്നു. ഇതിനിടയ്ക്കാണ് വീണ്ടും ഒരു നേതാവിന് കൂടി, SYSന്റെ നേതാവിന് കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും സമസ്തയിൽ പ്രശ്നങ്ങൾ പൂർണ്ണമായി തീർന്നു എന്ന് പറയാൻ കഴിയില്ല. വീണ്ടും ആഭ്യന്തര പ്രശ്നങ്ങൾ തുടരും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.